കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി നടത്തിയ 2 യുവാക്കൾ പിടിയിലായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കഞ്ചാവ് ചെടിയാണ് ഇപ്പോൾ എക്സൈസ് സംഘം എടുക്കുന്നത്. 38 കഞ്ചാവ് ചെടികളും 1.5 കിലോ കഞ്ചാവുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പിടിയിലായവരിൽ ഒരാൾ നേരത്തെയും MDMA കേസിലെ പ്രതിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി എത്തിയപ്പോഴാണ് കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇവർ നായയെ തുറന്നുവിട്ടിരുന്നു. സ്വാഭാവികമാണ് ഇത്തരം ആക്രമണങ്ങളൊക്കെ എവിടെയും എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുക. കാരണം നേരെ ചൊവ്വേ പോകുന്ന ആൾക്കാരല്ല ഇത്. ഒന്നുകിൽ കഞ്ചാവ് അല്ലെങ്കിൽ MDMA തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ആൾക്കാരുമായി എക്സൈസ് സംഘം സഹകരിക്കുന്ന സമയത്ത് ഓർക്കേണ്ടതാണ് ഇവർ ഇത്തരം പ്രവർത്തികളൊക്കെ നടത്താം എന്നുള്ളത്. നിയമവ്യവസ്ഥകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും കഞ്ചാവും MDMAയും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിലാണ് ഈ മനീഷ് എന്നയാളിനെ പിടികൂടിയത്. അയാളുടെ വീട്ടിൽ വിദേശ ഇനത്തിലുള്ള റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗ്രേറ്റ് ഡെയിൻ എന്ന് തുടങ്ങിയ നായകളെ തുറന്നു വിട്ട് നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ അവർ തുറന്നു വിട്ടിട്ട് രക്ഷപ്പെടുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് 5 മാസമായിട്ട് നമ്മൾ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നത്. വളരെ സാഹസികമായിട്ടാണ് അയാളെ ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത്. അയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിൽകുമാർ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് തോട്ടം കിട്ടിയത്. ഈ മനീഷ് എന്ന് പറയുന്ന ആൾ നേരത്തെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള ആളാണ്. ഈ അഖിൽകുമാർ മുൻപ് കഞ്ചാവ് കേസുള്ള ആളാണ്. ഓച്ചിറയിൽ നിന്നും 1.5 കിലോ കഞ്ചാവും 36 കഞ്ചാവ് ചെടികളും ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതിലെ 1-ാം പ്രതി മോളി എന്ന് വിളിക്കുന്ന മനീഷ് എക്സൈസിന്റെ തന്നെ MDMA 106 ഗ്രാം കേസിലെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയാണ്. ഞാനെതിരെ 2.5 ഗ്രാം MDMAയുടെ മറ്റൊരു കേസും ഉണ്ടായിരുന്നു. 106 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 20 വർഷത്തിന് മേൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ വസ്തുവകകൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടു കെട്ടാവുന്ന രീതിയിലുള്ള കേസാണത്. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, വേറൊരു കേസിൽ അന്വേഷണം നേരിടുന്നയാളാണ്. ആ സമയത്താണ് എക്സൈസ് അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കഞ്ചാവ് കൃഷി തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ എത്രയോ കാലമായി ഈ പണി തുടരുന്ന ആളുകളായിരിക്കും. എങ്ങനെയാണ് ഇവരെ പൊക്കിയത്? ഇവരുടെ മറ്റു വിവരങ്ങൾ. സാധാരണ 1-2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തുക എന്നുള്ളത് സാധാരണമാണ്. പക്ഷേ എന്നാൽ ഒരു കഞ്ചാവ് കൃഷി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഓച്ചിറ മേമന ഭാഗത്താണ്. മനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രിമിനൽ കേസ് പ്രതിയാണ്. MDMA കേസ് പ്രതിയായിട്ടുള്ള മനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ പിടികൂടിയത്. 38 ചെടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ചെടിച്ചട്ടികളിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തുകയായിരുന്നു. ഏതാണ്ട് 2 മാസം പ്രായമുള്ള 40 സെന്റിമീറ്ററോളം വലിപ്പമുള്ള കഞ്ചാവ് ചെടികളായിരുന്നു പിടികൂടിയത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇയാൾ കൊണ്ടുവരുന്ന കഞ്ചാവിലെ നല്ല വിത്തുകൾ നോക്കി കഞ്ചാവ് കൃഷി നടത്തുകയാണ്. ഇയാൾ 103 ഗ്രാം MDMA കടത്തിയ കേസിലെ പ്രതിയാണ്. ഇയാളെ പിടികൂടാൻ വേണ്ടി 5 മാസമായി എക്സൈസ് സംഘം പരിശോധനയിലായിരുന്നു. അതിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തിയ സമയത്താണ് അവിടെ വിദേശീയനം നായ്ക്കളുണ്ടായിരുന്നു. നായ്ക്കളെ തുറന്നുവിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയുണ്ടായി. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ദിലീപ് CP. എങ്ങനെയായിരുന്നു ഒരു ഓപ്പറേഷൻ? ഇത് നമ്മൾ മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കേസിലെ പ്രതിയെ അന്വേഷിച്ച് പോയതാണ് ഇത്രയും വലിയൊരു കേസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അയാൾ MDMA കേസിൽ ഉൾപ്പെട്ടിട്ടും വീണ്ടും ഒളിവിലിരുന്നു കൊണ്ട് വീണ്ടും ഈ മയക്കുമരുന്ന് കച്ചവടം തുടർന്നു വരികയായിരുന്നു. അയാളെ പിടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ വലിയ വില കൂടിയ ഇനത്തിലുള്ള നായ്ക്കളെ വളർത്തി നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. കയറുമ്പം ഇവരെ അഴിച്ചുവിട്ട് നമ്മളെ ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി ആയതുകൊണ്ട് ഇവനെ പിടിക്കുക വളരെ പാടായിരുന്നു. ഇന്നലെ സ്പെഷ്യൽ സ്ക്വാഡ് ടീമെല്ലാം കൂടെ സംയുക്തമായി നടത്തിയൊരു പരിശോധനയിലാണ് ഇയാളെ പിടികൂടാൻ പറ്റിയത്. ഇന്നലെയും ഇയാൾ ഈ പറയുന്ന നായ്ക്കളെ തുറന്നു വിട്ടു. അത് റോട്ട് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളൊക്കെയാണ്. അത് ഭയങ്കര ആക്രമണകാരിയായ നായ്ക്കളാണ്. തുറന്നുവിട്ടു എങ്കിലും നേരത്തെ CP ദിലീപ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ പറയാൻ നമ്മൾ കേട്ടിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു അയാളെ കസ്റ്റഡി എടുക്കാൻ തന്നെ. എന്ന് മാത്രമല്ല നിരവധി ഇത്തരം കേസുകളിൽ ഉദ്ദേശമില്ല എന്നുള്ള ഇത് ഒരു നടക്ക് പോകില്ല നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള നിയമ നടപടിക്ക് വിധേയരാകേണ്ടവരാണ്. സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരിക്കെതിരെയുള്ള വേട്ട നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമുള്ള പ്രതികളെ കൃത്യമായി കണ്ടെത്തി അതിന് നിയമാനുസൃതമായ ശിക്ഷ നൽകേണ്ടതാണ്.